ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും ഒന്നും മറന്നു പോകരുത്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ടേസ്റ്റ് കൂടാനുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചിക്കനൊന്ന് ആദ്യം നന്നായിട്ട് കഴുകി വെള്ളം പാരാൻ വേണ്ടിയിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കേട്ടോ. നമ്മൾ ഇതിലേക്കൊരു മസാല തേക്കുന്നുണ്ട്. അപ്പോൾ മസാല വെള്ളം ഉണ്ടെങ്കിൽ മസാല ചിക്കനിൽ പിടിക്കില്ല. അതിലേക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട്, വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ചിക്കനിലൊന്ന് തേച്ച് വെക്കണം. നമ്മൾ ഈ ഇതിലേക്ക് തൈര് ഒഴിക്കണില്ല കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ചിക്കൻ്റെ മസാല ആയി കിട്ടണം. അപ്പോൾ അതാ ചിക്കനിൽ ഞാൻ എല്ലാ ഭാഗത്തും മസാല ആക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, ചിക്കനിൽ മസാല പിടിക്കുകയും ചെയ്യും. പിന്നെ ബിരിയാണി മസാല കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടിയ ഉള്ളി ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 കുടം വെളുത്തുള്ളി, ഒരു വലിയൊരു തുണ്ട് ഇഞ്ചിയും, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും. അത് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അത് ഞാനവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1.5 കിലോ ജീരകശാല അരിയാണ്. അത് 6 കപ്പ് അരിയുണ്ട് കേട്ടോ. അത് നന്നായി 2-3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് അതോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ അതും കുതിരണം. അതിന് ശേഷം ഞാനിതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയതിന് ശേഷം മസാല തേച്ച് വെച്ച പാത്രത്തിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതിൽ ചിക്കൻ്റെ സ്റ്റോക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിത് മസാല വേറെ, ചിക്കൻ വേറെ, ചോറ് വേറെയാണ് വെക്കുന്നത്. പക്ഷേ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അത് വെക്കുന്ന രീതിയിലും രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ വെച്ചിരുന്ന പോലത്തെ രീതിയല്ല ഇത്. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഞാനൊരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ, മീഡിയം ഫ്ലെയിമിലൊന്നുമില്ല. ഇത് ചിക്കൻ കടയിൽ നിന്നൊക്കെ കിട്ടില്ല, എന്താണ് ലഗോൺ കോഴി അല്ല കേട്ടോ, മറ്റത് ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ മുഴുവനായിട്ട് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കൻ്റെ വെള്ളം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ ചിക്കൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ വേവിച്ച് വെച്ച അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ മതി. നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ഫ്രൈ ചെയ്യണ കാരണം കൊണ്ട് ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അത് ഒരുപാട് എണ്ണയിൽ മുങ്ങി പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ ഇട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അത് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഞാനത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത്. അതുപോലെ തന്നെ നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നു പോയത്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല കേട്ടോ. സാധാ ബിരിയാണി വെക്കുമ്പോൾ ഒരുപാട് എണ്ണ വേണം. ഇനി അതോടെ നന്നായിട്ട് 6 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉള്ളി വഴറ്റിയതിന് ശേഷം ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട്. അതവിടെ വഴലണ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ചോറ് ഉണ്ടാക്കാം. അതിന് ഞാൻ 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലും നെയ്യും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഞാനിതാ 1 ഉള്ളി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ ചോറൊക്കെ വെന്തതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ എണ്ണ വേസ്റ്റ് ആകണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്കത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാ ഉള്ളി ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉള്ളി പൊരിക്കണതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എങ്ങനെ ഉള്ളി ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് പൊരിച്ചെടുക്കുക, ക്രിസ്പി ആയി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ദം ബിരിയാണിക്ക് ചെയ്യുകയാണെങ്കിലാണ് അണ്ടിപ്പരിപ്പും മുന്തിരി നിർബന്ധം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഏതിലേക്കാണെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇപ്പം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തതാണ്. അതിന് ശേഷം അതാ എല്ലാം പാടെ നന്നായിട്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതാ എല്ലാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെയാണ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീഫ്, ആൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം പാടെ നന്നായിട്ടൊന്ന് പൊട്ടിയതിൻ്റെ ഫ്ലേവർ വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴന്നാണ് കേട്ടോ. നല്ലതൊന്ന് വഴന്ന് സോഫ്റ്റ് ആയി കിടണം. ഉള്ളി കരിയേണ്ട ആവശ്യമൊന്നുമില്ല, മൊരിയേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് വഴന്ന് കിടണം. അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് പച്ചമുളകും വഴന്ന് എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചില്ലേ വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചോറ് ഒരു ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി അതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 6 കപ്പ് അരിക്ക് 9 കപ്പ് വെള്ളം വേണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 9 കപ്പ് വെള്ളത്തിലേക്ക് 8 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി വേണം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുമ്പോൾ ഞാനിതിൽ പച്ചമുളകൊന്നും ഇടലില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയൊന്നും അങ്ങനെ ഇടലില്ല. ഇതിലിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടെ അരച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയും. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം വേണ്ടതിലേക്ക് ഞാൻ 1/2 കപ്പ് സാദാ വെള്ളവും ബാക്കി 1/2 കപ്പ് ചിക്കൻ്റെ വേവിച്ച വെള്ളമില്ല അത് പാടെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ വെള്ളം ഒരിക്കലും ഒഴിക്കണ്ട. നിങ്ങൾ 9 കപ്പ് തന്നെ സാദാ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ചിക്കൻ്റെ വെള്ളം ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ചോറ് കഴിക്കാൻ. എന്നിട്ട് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ച അരി ഞാൻ വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് വെള്ളം കുതിർത്തതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. വെള്ളം വാർന്ന അരിനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് ക്യാരറ്റാണെങ്കിൽ 2 ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഉള്ളി ഒക്കെ വഴറ്റിയെടുത്തില്ലേ നമ്മൾ, ആ സമയത്ത് വേണമെങ്കിൽ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ക്യാരറ്റ്. ഇല്ലെങ്കിൽ ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ തന്നെ ചോറിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വരും. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക, മീഡിയം ഫ്ലെയിമിലൊന്നും ഇടരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തുറന്നിട്ട് അടി ചേർത്തി ഇളക്കണം കേട്ടോ. നല്ലൊരു പരന്ന കയ്യിലും കൊണ്ട് അടി ചേർത്തി ഇളക്കുക. ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കുക. ആവി പുറത്ത് പോകാത്ത രൂപത്തിൽ അടച്ച് വെക്കട്ടെ. ഒരു പൊട്ട് പോലും ആവി പോകരുത്. പിന്നെ ഇനി നമ്മൾ വേവിച്ചെടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത്. 10 മിനിറ്റ് അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ എന്തായിന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ചോറ് വെക്കണതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഞാൻ ചോറും മസാലയും കൂടെ ഒപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സെപ്പറേറ്റ് ഇട്ടത് കേട്ടോ. അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം പാടുള്ള പേസ്റ്റ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. നമ്മളിതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. എണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും നല്ല പോലെ ഇതിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 3 വലിയ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറുതാക്കി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് തൈര് ഒഴിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തക്കാളിക്ക് കുറച്ച് പുളിപ്പ് വേണം കേട്ടോ. ഞാൻ മുമ്പൊക്കെ വീഡിയോ ഇട്ടിരുന്നത് തക്കാളിയിൽ മാത്രം ഇട്ടിടണം, തൈര് ഒഴിക്കാണ്ട്. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു തൈര് ഒഴിക്കാണ്ട് ഇന്ന് എങ്ങനെയാണ്. തൈര് ഒഴിച്ചിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
നമ്മൾ തക്കാളി കുറച്ച് കൂടുതലിടുക. ഇടുന്ന തക്കാളി കുറച്ച് പുളിപ്പുണ്ടായാൽ മതി. അപ്പോൾ ഒന്ന് തക്കാളി ഇട്ടതിന് ശേഷം ഞാനതിലേക്ക് ഒന്ന് ഉപ്പിടാൻ മറന്നിട്ട് അതാണ് ഒന്ന് അടച്ച് വെച്ചതിന് പിന്നെ തുറന്നത്. നമ്മൾ ഉപ്പ് ഇട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് പറഞ്ഞാൽ തക്കാളി നല്ല വെന്ത് സോഫ്റ്റ് ആയിക്കോട്ടെ. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കുഴഞ്ഞ് കിട്ടുക. മസാല പോലെ വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളിടാം. അതിന് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് ഞാൻ, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പൊടികളൊക്കെ ഇടുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടുക കേട്ടോ. ഇത് ഒരുപാട് എരിവില്ലാത്ത പൊടിയാണ്. ഇപ്പോൾ നമ്മൾ പൊടിച്ച ബിരിയാണി മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് ബിരിയാണി മസാല. ബിരിയാണി മസാല ഗരം മസാല എന്താണെങ്കിലും അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പൊടികളിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണക്കം മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നിങ്ങൾ ഈ റെസിപ്പി ഫുള്ളായിട്ട് കണ്ടു നോക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ മസാലയിലേക്ക് ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്ത് അത് നല്ലപോലെ വഴന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ്റെ ബാക്കി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് സ്റ്റോക്ക് ഉണ്ടാവും. ഇനി നമ്മൾ ഈ സ്റ്റോക്കിൽ കിടന്നിട്ട് ഈ ചിക്കനും മസാലയൊക്കെ പാടെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി കിട്ടണം. അപ്പോൾ മസാല കുറച്ച് ലൂസല്ലേ, ഈ ലൂസ് വേണ്ട, നമുക്കിതൊന്ന് കുറുകി കിട്ടണം. ഈ ചിക്കനിലേക്കൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചത്. ഇതെല്ലാം പാടെ ഇളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കി നോക്കുക കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലെല്ലാം കറക്റ്റാണ്. ഞാൻ അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് പിന്നെ കരിയൂല. നിങ്ങൾ സാധാ ചട്ടിയിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഒരേപോലെ വെക്കരുത് കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിത് ഇളക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഇരുന്നിട്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. തുറന്നതിന് ശേഷം പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ മസാല കറക്റ്റ് പൊന്നെ പറയാനില്ല, അത്രയ്ക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ല പോലെ ഇളക്കിയിട്ട് ഇപ്പോൾ ഒന്ന് ഫ്ലെയിം ഞാൻ ഓഫാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇനി ഒന്ന് കുറുകി കിട്ടണം. നമുക്ക് ഈ മസാലയും നെയ്യും ഒക്കെ പാടെ കടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്നൊന്ന് വെള്ളം ഒന്ന് വറ്റി കുറുകി കിട്ടണം ഇതിൽ കടന്നിട്ട്. അപ്പോൾ ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറ് എന്തായി നോക്കാം. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ഇളക്കിയിട്ടും ഒക്കെ ഒന്ന് ലെവലാക്കി അതിന് ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചോറ് ദമ്മിടുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ വിളമ്പുകയാണ്. അതാണ്. ഇനി ലേശം പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി മല്ലിയിലൊക്കെ ഞാൻ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല ഫ്ലേവറാണ് കേട്ടോ. നല്ല കമാന്നുള്ളൊരു മണമാണ് ഈ ചോറിന്. ഇനി നമുക്ക് വിളമ്പുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിയിലൊക്കെ അതിൻ്റെ അടിയിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു വീഡിയോയിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കാട്ടുകയാണ് കേട്ടോ. വീട്ടിൽ വെക്കാൻ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും നിർബന്ധമൊന്നുമില്ല. വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർക്കൊരു പുതിയ റെസിപ്പി കിട്ടിയ പോലെ ഇങ്ങനെ ഒതുക്കിയിട്ട് ഇതിൻ്റെ മേലെ വിളമ്പുക. അല്ലെങ്കിൽ ചിക്കൻ ഒരു പാത്രത്തിൽ ആദ്യം വിളമ്പിയതിന് ശേഷം അതിൻ്റെ മേലെ ചോറ് വിളമ്പിയാലും മതി. നല്ല ടേസ്റ്റാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് ബിരിയാണി റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരെ കൊണ്ട് ഓക്കെ. താങ്ക് യു. ബൈ. ചിക്കൻ കണ്ടില്ലേ, കിട്ടില്ലെന്നാണ്.